കേസ് ഒതുക്കാൻ ഇഡി കൂടുതൽ പേരിൽ നിന്ന് പണം വാങ്ങിയിരുന്നുവെന്ന് വിജിലൻസിന് വിവരം ലഭിച്ചു. 25 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് വാങ്ങിയത്. ഇതിപ്പം ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പണം നൽകിയവരെ വിജിലൻസ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ തീരുമാനിക്കുന്നുണ്ട്. അതിനിടെ ഇ ഡിക്കെതിരെ വിജിലൻസ് ഓഫീസിൽ നിരവധി പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിനെ തേടുകയാണ് വിജിലൻസ്. ജെയിനസ് രാജുവും റിയ ബേബിയുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ജെയിനിലേക്ക് പോകാം. ജെയിൻ, ഇ ഡിക്കെതിരെ കേസ്, അതും ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ തന്നെ കുടുങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വലിയ വലിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. അതായത് കേസ് പിൻവലിക്കാൻ പണം നൽകിയാൽ മതി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. 1-2 പേരിൽ എത്രയോ അധികം ആളുകൾ ഇപ്പോൾ ഈ സമാനമായ പരാതിയുമായി പണം ചോദിച്ചു കേസിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. വിജിലൻസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് ഈ പരാതികളൊക്കെ വിജിലൻസിലേക്ക് എത്തുന്നത്? സ്വാഭാവികമായും ഈ സ്വന്തം ഐഡന്റിറ്റി ഒക്കെ പുറത്ത് പറഞ്ഞുകൊണ്ട് വരാൻ എത്രയധികം ആളുകൾ തയ്യാറാകുമെന്നും അറിയില്ല. ആര്യ, ഈ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിലും വലിയ തുകകൾ പലരിൽ നിന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലരും പണം കൊടുക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇ ഡിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ ഒരു സാങ്കേതികത്വമുണ്ട്. ഇ ഡി ഒരു കേസിൽ ഒരു വ്യാപാരിക്കെതിരെ പിഴ ചുമത്തിയാൽ അതിനെതിരെ അപ്പീൽ പോകണമെങ്കിൽ ഡൽഹിയിലാണ് അതിൻ്റെ ട്രൈബ്യൂണൽ ഉള്ളത്. ഈ പിഴത്തുക കെട്ടിവെച്ചാൽ മാത്രമേ അപ്പീൽ അവിടെ പരിഗണിക്കൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ ഭാരിച്ച ചെലവുകളും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളുമാണ് പലരും പണം നൽകാൻ നിർബന്ധിതരാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇ ഡിയെ ബന്ധപ്പെട്ട 25 ലക്ഷം രൂപ കൈക്കൂലി നൽകിയ ഒരു വ്യാപാരി, അദ്ദേഹം നിയമപരമായി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിൽ പിഴ ചുമത്തി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട നൂലാമാലകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പണം നൽകിയത്. അദ്ദേഹം സുഭാഷ് പാർക്കിന് സമീപത്ത് വെച്ചാണ് ഇടനിലക്കാർ വഴി ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയത് എന്ന വിവരം വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട്. ഇതേപോലെ 25 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ കൈക്കൂലി നൽകിയ അല്ലെങ്കിൽ കേസിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പണം നൽകിയ ആളുകൾ വിജിലൻസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. വിജിലൻസ് എസ് പിയെ തന്നെ നേരിട്ട് ഫോൺ വിളിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. വിജിലൻസ് ഇത്തരത്തിൽ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകി അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് നൽകുന്നത്. കാരണം പലരും പരാതിയുമായി പോകാൻ തയ്യാറല്ല. കാരണം അവർ ഈ കയറ്റുമതി ഇറക്കുമതി അല്ലെങ്കിൽ അത്തരം വ്യാപാരം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അവരെ 25 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ആളുകളാണ് ഒരുപക്ഷെ. അതിന് എങ്ങനെയെങ്കിലും പണം നൽകി ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കിക്കോ, ആ ഒരു രീതിയിൽ തേടുന്നത്. അവരെ തേടി ഇടനിലക്കാരൊക്കെ എത്തുകയാണ്. എന്തായാലും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് വന്നത് അത് ശേഖർ കുമാറിന്റെ, കൊല്ലത്തൊരു കശുവണ്ടി വ്യവസായിയുടെ കേസാണ്. അങ്ങനെയാണ് ഇതിനൊരു തുടക്കം. നേരത്തെ ജെയിൻ പറഞ്ഞ ഒരു മഞ്ഞുമല എന്ന് പറയുന്നത്, അവിടെ നിന്നാണ് കാര്യങ്ങൾ വിജിലൻസിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കൊപ്പം റിയ ബേബി കൂടിയുണ്ട്. റിയ, ഈ ഇ ഡി കേസിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തേക്ക് വരിക വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാകും ഒരുപക്ഷെ ആളുകൾ ഇത്തരത്തിൽ പണം കൊടുത്തത് ഒതുക്കി തീർക്കാമെന്നൊരു സ്റ്റാൻഡ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ രക്ഷകർ, അതായത് കള്ളപ്പണമൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു ഏജൻസിയാണ്, അവർ തന്നെ ഇത്തരത്തിലൊരു തട്ടിപ്പ് കേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണ് എന്ന ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ വിജിലൻസ്. ഇനിയും കൂടുതൽ പേരുടെ പേരുകൾ പുറത്തേക്ക് വരുമോ? എന്തായിരിക്കും ഇനി ഇതിൽ തുടർന്ന് സംഭവിക്കാൻ പോകുന്നത്? റിയ. ജയലക്ഷ്മി, വിജിലൻസ് സംഘത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട പരിഗണന എന്ന് പറയുന്നത് ഈ തട്ടിപ്പുകളുടെയൊക്കെ, അതായത് ഇ ഡിയിൽ വരുന്ന പരാതികൾ ഒത്തുതീർപ്പാക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഈ ലക്ഷങ്ങളും കോടികളുമൊക്കെ വാങ്ങിയെടുത്തതായി പരാതികൾ വരികയും അതിലൊരു കേസ് വിജിലൻസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണ് എന്നത് കണ്ടെത്താനുള്ള അന്വേഷണമാണ് വിജിലൻസ് സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അനീഷ് ബാബുവിന്റെ പരാതിയിൽ 3 പേരുടെ അറസ്റ്റ് വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിൻസെന്റേത്, അതോടൊപ്പം തന്നെ മുകേഷിൻ്റെത്, ചാർട്ടേഡ് അക്കൗണ്ടായ രഞ്ജിത്ത്, 3 പേരെയും വിശദമായി തന്നെ വിജിലൻസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് വരികയാണ്. ഇവർ അന്വേഷിക്കുന്നത് ആരാണ് ഈ വിവരങ്ങൾ ഇവരിലേക്ക് എത്തിക്കുന്നത് എന്ന് തന്നെയാണ്. കാരണം ഇ ഡി ഉദ്യോഗസ്ഥരുടെ പേരുകൾ പരാതിക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ കൂടി ശേഖരിക്കുക എന്നതാണ് വിജിലൻസ് സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അറസ്റ്റ് ചെയ്ത രഞ്ജിത്തിന്റെ ഫോൺ രേഖകൾ, ബാങ്ക് അക്കൗണ്ടുകൾ,
ലാപ്ടോപ്പിലെയും കമ്പ്യൂട്ടറിലെയും ഒക്കെ വിവരങ്ങളടക്കം വിജിലൻസ് സംഘം വിശദമായി തന്നെ പരിശോധിച്ചു വരുന്നുണ്ട്. സൈബർ പോലീസിന്റെ ഉൾപ്പെടെ സഹായം വിജിലൻസ് സംഘം തേടുന്നുണ്ട്. എന്താണ് ഇതിൽ നടന്നിരിക്കുന്നത്, ആരെ കേന്ദ്രീകരിച്ചാണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്? പരാതിയുമായി കൂടുതൽ പേർ മുന്നിലേക്ക് വരികയാണ്. ജെയിംസ് രാജുവും റിയ ബേബിയുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും